പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹൈസ്കൂൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പ്രധാന ചോദ്യമാണ് നോട്ടീസ് റൈറ്റിംഗ്. ഒരു നോട്ടീസ് എങ്ങനെ തയ്യാറാക്കാം, അതിൻ്റെ ഫോർമാറ്റ്, ഇതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. എന്താണ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ? ഒരു പ്രോഗ്രാമിന്, ഇവൻറ്റിന് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതിനാണ് നോട്ടീസ് എന്ന് പറയുന്നത്. ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ട്രിപ്പിൾ കോളം നോട്ടീസാണ്. നമുക്ക് വേണമെങ്കിൽ നോട്ടീസ് പല രൂപത്തിലും തയ്യാറാക്കാം. പക്ഷേ ഈ ഒരു ഫോർമാറ്റിൽ നിങ്ങൾ നോട്ടീസ് എഴുതിയാൽ അതിൽ നിന്ന് ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് കുറയൂല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ നമുക്ക് നോട്ടീസിലേക്ക് വരാം. ട്രിപ്പിൾ കോളം നോട്ടീസ്, ആദ്യത്തെ കോളത്തിൽ ഇതുപോലെ, രണ്ടാം കോളം അതിൻ്റെ എക്സ്പ്ലനേഷൻ, മൂന്നാമത്തെ കോളം എന്തെല്ലാം പ്രോഗ്രാമുകളാണ് നടക്കുന്നത് എന്നുള്ളത്. ഇനി നമുക്ക് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം. പ്രോഗ്രാമിൻ്റെ ടൈറ്റിലാണ് ചേർക്കേണ്ടത്. അതായത് നമ്മുടെ സ്കൂളിൽ ഇംഗ്ലീഷ് ക്ലബിന് കീഴിൽ ഫിലിം ഫെസ്റ്റിവലാണ് നടക്കുന്നത് എങ്കിൽ ടൈറ്റിലായിട്ട് ഫിലിം ഫെസ്റ്റ് എന്നോ ഫെസ്റ്റിവൽ എന്നോ ടൈറ്റിൽ കൊടുക്കാം. ഈ ടൈറ്റിൽ എഴുതുന്ന സമയത്ത് ടൈറ്റിലാണ് എന്നുള്ള രൂപത്തിൽ ഒന്ന് ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് ബോൾഡാക്കി എഴുതുകയോ ഒക്കെ ചെയ്തിട്ട് അത് മനോഹരമാക്കാം. ഇനി അതിന് താഴെ നെയിം ഓഫ് ദി സ്കൂൾ, പ്രോഗ്രാം നടക്കുന്ന സ്കൂളിൻ്റെ ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ, നടക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര് ചേർക്കുക. അതിന് താഴെ എവിടെയാണോ പരിപാടി നടക്കുന്നത് അത്, വെന്യൂ, ആ സ്ഥലം, അതുപോലെ ഡേറ്റ്, നെക്സ്റ്റ് ടൈം, ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ കോളത്തിൽ ചേർക്കേണ്ടത്. ഇനി രണ്ടാമത്തെ കോളത്തിൽ ആദ്യം ഡിഐസ് എന്ന് ചേർത്തിട്ട്, അത് സല്യൂട്ടേഷനാണ്, കോമട്ടിട്ട് അതിന് താഴെ ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഹെഡിങ് എഴുതിയിട്ടുള്ള പ്രോഗ്രാമിൻ്റെ പേര്, പ്രോഗ്രാം നെയിമാണ് നെക്സ്റ്റ് ചേർക്കേണ്ടത്. അപ്പം ഫിലിം ഫെസ്റ്റിവൽ ആണെങ്കിൽ ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട് ഫിലിം ഫെസ്റ്റിവൽ എന്ന് ചേർത്തു. അതിനുശേഷം ഓൺ എന്ന് എഴുതിയിട്ട് ഡേറ്റാണ് പിന്നെ ചേർക്കേണ്ടത്. എന്നാണോ പരിപാടി നടക്കുന്നത് ആ ഡേറ്റാണ് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് അറ്റ് എന്ന് കഴിഞ്ഞിട്ട് ടൈം, അതായത് 9 മണിക്കാണെങ്കിൽ അല്ലെങ്കിൽ 10 മണിക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ 4 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക് ഇങ്ങനെ സമയമാണ് ചേർക്കേണ്ടത്. നെക്സ്റ്റ് എവിടെയാണോ പരിപാടി നടക്കുന്നത് ആ പ്ലേസ്, സ്കൂൾ ഓഡിറ്റോറിയം ആണെങ്കിൽ ഓഡിറ്റോറിയം, ഇങ്ങനെ ചേർക്കാം. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. ഒന്ന്, പ്രോഗ്രാമിൻ്റെ എന്താണ് പരിപാടി എന്നുള്ളത്, ഏത് ഡേറ്റിനാണ് നടക്കുന്നത്, എപ്പോഴാണ്, അതുപോലെ എവിടെ വെച്ചാണ് നടക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുമ്പോൾ ഈ കാര്യങ്ങൾ പറയാതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ. എവിടേക്കാണ് വരേണ്ടത്, എന്താ പ്രോഗ്രാം എന്ന് അറിയൂലല്ലോ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചേർക്കാൻ മറക്കരുത്. ഡേറ്റിന് മുമ്പ് ഓണാണ്, ടൈമിന് മുമ്പ് അറ്റാണ്, സ്ഥലം ചേർക്കുമ്പം ഇന്നും ചേർത്തിട്ട് എഴുതാം. അതിനുശേഷം അണ്ടർ ദി ഓസ്പീഷ്യസ് ഓഫ്, എല്ലാ പ്രോഗ്രാമും നടക്കുന്നത് ഒരു ക്ലബിൻ്റെ കീഴിലായിരിക്കും. ഇംഗ്ലീഷ് ക്ലബ്ബാണെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് എഴുതി കൊടുത്താൽ മതി. നാച്ചുറൽ ക്ലബ്ബാണെങ്കിൽ ഇവിടെ നാച്ചുറൽ എന്ന് എഴുതി കൊടുത്താൽ മതി. സയൻസ് ക്ലബ്ബാണെങ്കിൽ ഇവിടെ സയൻസ്. ഇങ്ങനെ ക്ലബിൻ്റെ പേരാണ് നെക്സ്റ്റ് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ്. ഇനി നെക്സ്റ്റ് എഴുതേണ്ടത് നമ്മുടെ പ്രോഗ്രാം ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, അയാളുടെ പേരാണ് ചേർക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് റിനൗഡ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് റിനൗഡ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന ആ വ്യക്തി ഏത് വിഷയത്തിലാണ് ഫേമസ് ആയത് അത് എഴുതാം. ഇപ്പോൾ ഫിലിം ഫെസ്റ്റിവൽ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ആക്ടറാണോ, അല്ലെങ്കിൽ നമ്മൾ ഒരു ആക്ടർ, അല്ലെങ്കിൽ ഫിലിം ഡയറക്റ്റ് ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ ആയിരിക്കും നമ്മൾ ക്ഷണിക്കുക. അപ്പോൾ ഇവിടെ എങ്ങനെ എഴുതാം? റിനൗഡ് ഫിലിം ഡയറക്ടർ എന്നിട്ട് കോമട്ടിട്ട് അയാളുടെ പേര് നെക്സ്റ്റ് എഴുതുക. ആക്ടർ ആണെങ്കിൽ റിനൗഡ് ഫിലിം ആക്ടർ എന്ന് എഴുതിയിട്ട് കോമട്ടിട്ട് അതിനുശേഷം അയാളുടെ പേര്, നെയിം ഓഫ് ദി പേഴ്സൺ ഹൂ ഈസ് ഇനാഗുറേറ്റിംഗ് ദ ഫങ്ഷൻ, നമ്മുടെ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യാൻ തയ്യാറായ ആളുടെ പേരാണ് നെക്സ്റ്റ് ചേർക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഹാസ് കൺസെൻറ്റഡ് ടു ഇനാഗുറേറ്റ് ദ ഫങ്ഷൻ, പ്രോഗ്രാം ഇനാഗുറേഷൻ ചെയ്യാൻ അയാൾ സമ്മതിച്ചിട്ടുണ്ട്. വി സോളിസിറ്റ് യുവർ എസ്റ്റീംഡ് പ്രസൻസ് ഓൺ ദിസ് വണ്ടർഫുൾ ഒക്കേഷൻ,
ഈ ഒരു പരിപാടിയിൽ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ടു മേക്ക് ദിസ് ഫങ്ഷൻ എ കളർഫുൾ വൺ ആൻഡ് എ ഗ്രാൻഡ് സക്സസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പരിപാടി? ഗ്രാൻഡ് സക്സസ് ആക്കാനും കളർഫുൾ ആക്കാനും നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നു. ഇത്രയും എഴുതിയിട്ട് അതിന് താഴെ പ്ലേസ്, ഡേറ്റ്, നെക്സ്റ്റ് SD, ഡെസിഗ്നേഷൻ കൺവീനർ അല്ലെങ്കിൽ പ്രസിഡൻറ്റ്, ആരാണോ പ്രോഗ്രാമിൻ്റെ അത് എഴുതിയാൽ മതി, ചെയർമാൻ എഴുതിയാൽ മതി. ഇതാണ് രണ്ടാമത്തെ കോളത്തിൽ ചേർക്കേണ്ടത്. ഇനി നമുക്ക് മൂന്നാമത്തെ കോളത്തിലേക്ക് വരാം. മൂന്നാമത്തെ കോളത്തിൽ പ്രോഗ്രാമാണ് എഴുതേണ്ടത്. പ്രോഗ്രാം എന്ന ഹെഡിങ് കൊടുത്തിട്ട് പ്രയർ സാധാരണ സ്കൂളിലെ ഗാന സംഘമായിരിക്കും, സ്കൂൾ ക്വയർ എന്ന് കൊടുത്താൽ മതി. വെൽക്കം സ്പീച്ച് ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറോ അല്ലെങ്കിൽ ക്ലബിൻ്റെ സെക്രട്ടറിയോ അല്ലെങ്കിൽ ആ ഇംഗ്ലീഷ് ക്ലബ്ബാണെങ്കിൽ സ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറോ ഇവരൊക്കെ ആയിരിക്കും വെൽക്കം സ്പീച്ച് നടത്താം. അപ്പോൾ അവിടെ നമുക്ക് ആളെ പേര് എഴുതുന്നു, ബ്രാക്കറ്റിൽ സ്കൂൾ ടീച്ചർ, സ്കൂൾ ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിൽ കൺവീനർ എന്ന് കൊടുത്താൽ മതി. നെക്സ്റ്റ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, അത് ഒന്നെങ്കിൽ മാനേജർ ആയിരിക്കും അല്ലെങ്കിൽ HM ആയിരിക്കും, പ്രിൻസിപ്പാൾ, ഇങ്ങനെ ഒരാളെ പേര്. ഇനാഗുറേഷൻ നമ്മൾ നേരത്തെ ആളെ ക്ഷണിച്ചിട്ടുണ്ട്, ആ ആളുടെ പേരാണ് എഴുതേണ്ടത്. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അയാൾ ഫേമസ് ആസ് കൊടുക്കാം. പേപ്പർ പ്രസൻറ്റേഷൻ, ആരാണോ അവിടെ വിഷയം അവതരിപ്പിക്കുന്നത് അയാളുടെ പേര്. നെക്സ്റ്റ് ഫെലിസിറ്റേഷൻ മീൻസ് ആശംസ അറിയിക്കുക. പഞ്ചായത്ത് പ്രസിഡൻറ്റോ പഞ്ചായത്ത് സെക്രട്ടറിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് ആശംസ പറയിപ്പിക്കുക. വോട്ട് ഓഫ് താങ്ക്, നന്ദി അറിയിക്കാൻ സ്കൂളിലെ സ്കൂൾ ലീഡർ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ കൺവീനർ, അസിസ്റ്റൻ്റ് കൺവീനർമാർ നന്ദി പറയുക. ഇത് ആളെ പേര് എഴുതുക, എന്നിട്ട് ബ്രാക്കറ്റിൽ സ്കൂൾ കൺവീനർന്നോ എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഒരു നോട്ടീസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. വളരെ സിമ്പിളാണ്. ട്രിപ്പിൾ കോളം നോട്ടീസ് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് എഴുതാൻ കഴിയും. അപ്പോൾ എല്ലാവരും ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഫോർമാറ്റിൽ ചെയ്ത് പഠിക്കുക.